90+ My Tuition App 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. എണീറ്റെങ്കിൽ ഇവിടെ കിടക്കോ? മണി എത്ര എണീക്കണേ? ചായ ഇട്ടാ വാ. അവിടെ ഇരിക്കി, അവിടെ ഇരിക്കി. എവിടെ ഇരിക്കേ? ഇവിടെ വന്ന് കട്ടിലിരിക്കി. ഈ മനുഷ്യന്റെ കാര്യം ഇവിടെ വന്ന് ഇരിക്കാൻ. അല്ലെ രണ്ടേനൊന്ന് പിടിച്ചു പൊക്കേ. അത് കൊച്ചിനെ മക്കളെ എനിക്ക് എന്ത് വയ്യേ? ഞാനൊന്ന് പിടിച്ച് പൊക്കി തന്നെ. നടുവയ്യേ ഞാൻ ഇട്ടോളാം. ഞാൻ ചെയ്യില്ല. അച്ഛൻ എന്തോന്ന് വെച്ചാ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലേ അമ്മേനെ ഉപദ്രവിക്കണം നിർത്തണം. ഇപ്പോഴും തുടങ്ങി, പിന്നെയും തുടങ്ങിയാ? അവിടെ ചോദിച്ചോക്ക്. എന്തമ്മാ കൈയിട വയ്യ. അപ്പൊ ഞാനൊന്ന് പിടിച്ച് പൊക്കാൻ പറഞ്ഞപ്പോ ആ കൈ തന്നെ പിടിച്ച് പൊക്കി. ഞാൻ മക്കളെ ഇവിടെ ഇവിടെ എന്ത് പറയണ്ടേ? പറയണ്ടേ എന്റെ കൈ വയ്യെന്ന്? ഞാൻ ഇവിടെ വേദന തലനീര് ഇറങ്ങിയടാ. അമ്മ അമ്മ കൈ അമ്മ അമ്മ സ്വന്തമായിട്ട് കൈ ഒന്ന് കറക്കി. ഒന്നും പറ്റൂല കേശു. കൈ എനിക്ക് അനക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇരിക്കുകയാണ്. വലിയ ഇത് തലനീര്. ഞാൻ പറഞ്ഞില്ല തലനീര് ഇറങ്ങിയാണ്. ഇന്നാളെ ഒരിക്കൽ 3-4 തലവേണ പൊക്കി വെച്ച് ഞാൻ കിടന്ന് രാവിലെ എഴിച്ചപ്പോൾ ഉണ്ടല്ലോ എന്റെ ദൈവം അനക്കമായ. ഇതുപോലല്ല, ശരിക്കും വേദനയായിരുന്നു. ശരിക്കും വേദന ഇതുപോലല്ല ശരിക്കും. ഞാനെന്താ അഭിനയിക്കുകയാണ് വേദന? ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. അവസാനം അത് മാറ്റാൻ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു നാഴി എടുത്ത് ഞാൻ ഇങ്ങനെ വച്ചിട്ട് ആ പാലിങ്ങടുത്ത് കിടക്കണ്ട. നാഴി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വച്ചു. അയ്യോ ആ പാലിങ്ങടുക്ക്. ഞാനേ കിടന്ന ഞാൻ പറഞ്ഞാണ് എങ്ങനെ മാറിയെന്ന് ഒരു നാഴി വച്ചിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞേ ഇത് നാഴി വെച്ചിട്ട്. വേദന മാറിയില്ല, വിട്ടേക്ക്. സഹായിക്കാമേ. കൊച്ച നിനക്ക് കേൾക്കണോ? ഞാൻ ഒരു നാഴി വെച്ചിട്ടേ ഞാൻ ഇങ്ങനെ കേൾക്കണോ? നിനക്ക് കേൾക്കണ്ടേ? നമ്മളെ വേദന ഇവിടെ കേൾക്കാൻ കാര്യമില്ലല്ലോ. ഒരു നാഴി വെച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല. ഒരു നാഴി വെച്ച് ഞാൻ ഇങ്ങനെ കിടന്ന് പോച്ചാണ്ണാ. പിന്നെ വാ ചായ കുടിക്കാൻ പോ. അത് കളിച്ചത് പൊട്ടിക്കല്ലേ. ആ ചരിവ് ഇങ്ങനത്തെ സഹായിക്കാന്നും പറഞ്ഞൊക്കെ എല്ലാരും ചാടിക്കാര് വരും. എന്നാ സഹായിക്കോ? എന്തോന്നമ്മ അമ്മയുടെ അടുത്ത് ഞാൻ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞല്ലേ. ഞാൻ ചെയ്യാം. അത് അങ്ങനെ പിടിച്ചിട്ടുണ്ട്. എനിക്കറിയാം അറിയാം. ഇവിടെ പിടിക്കും. മോളി പിടിക്കേ. കവറ് പൊട്ടിക്കാൻ എത്ര പേരാണ് എന്നെ കൺഫ്യൂഷൻ ആക്കണമ്മാ. നീ കുറച്ച് വെള്ളം ഒഴിക്കണേ. കളയല്ലേ പാല്? കുറച്ച് വെള്ളം ഒഴിക്ക. കവർ കഴുകി ഇച്ചിരി വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുറച്ച് കൊണ്ടോ അവിടെ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കേ. അല്ല വെള്ളം മോട്ട വെള്ളമായി പോകും. ചായ വെള്ളം ഒഴിക്കാടാ. അങ്ങനെ മതി. നീ വെള്ളം ഒഴിക്കടാ. ചായക്ക ഇത് പാലിനല്ല. അമ്മ എന്തിനാ ഇങ്ങനെ ഒരു കൈ വയ്യാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഒരു കൈയല്ല 2 കൈ. എങ്ങനെയോ അടുക്കള കിടന്ന് ഇറങ്ങാണ്ട് പറ്റില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ സ്റ്റേൺ ആയിട്ട് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ വീട്ടിലെ പകുതി പ്രശ്നം തീർന്നേനെ. അപ്പൊ ചുരുക്കം പറഞ്ഞ ഞാൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് നിനക്ക് ആരും വെച്ച് കൊണ്ടു തരാൻ വേണ്ടി 24 മണിക്കൂർ അടുക്കളയിൽ കയറ്റണം. നീ എന്താ പറഞ്ഞ നിന്റെ പെണ്ണിനെ അടുക്കളക്കകത്ത് പണിയെടുപ്പിക്കാൻ? അല്ല ഞാൻ ഇവള് പറഞ്ഞത് ആഹാരം വേണ്ടി അതിനു വേണ്ടി. എന്റെ പെണ്ണിനെ ഇവിടെ അടുക്കളകത്ത് കയറ്റി നിനക്ക് മിഷ്ടാങ്ങനെ ഭോജനം തരാൻ വേണ്ടി എടാ നീക്ക് നടുവടിച്ച് പണിയെടുപ്പിക്കലടാ. അവൾ അടുക്കളക്കകത്ത് കയറ്റി നീ മേലെ അടുക്കളത്ത് കയറി പോകും. നിനക്ക് നിന്റെ പെണ്ണെ കയറ്റാൻ മടിയാണെങ്കിൽ എനിക്ക് എന്റെ പെണ്ണിനെ ഇവിടെ അടുക്കളക്കകത്ത് പണിയെടുപ്പിക്കാൻ എനിക്ക് മടി തന്നെ. കൂടുതൽ വാചോടിക്കല്ലേ. എടാ നീ കെട്ടിക്കൊണ്ടുവന്നോ, ഞാൻ നിന്റെ പെണ്ണിന് ഭക്ഷണം ഉണ്ടാക്കി തന്നോളാം. പെണ്ണ് കണ്ടില്ല, കല്യാണം ആലോചിച്ചില്ല, കല്യാണം നടന്നില്ല. അതിനുമ്പോ മരുമോൾ എങ്ങനെ വീടിനകത്ത് കൊണ്ടുവന്ന് പണിയെടുപ്പിക്കാൻ ആലോചിക്കണം. അല്ല അമ്മായിയമ്മ തരിച്ച് ഇങ്ങനെ ആവണില്ല. അങ്ങും ആവണില്ലോ. ഇങ്ങനെ തരിച്ച് കയറണ പോലെ.
ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം ഞാൻ പറഞ്ഞു ഓഫീസിൽ പോയിട്ട് വന്ന് അടുക്കള കിടന്ന് ഇങ്ങനെ മാട് പോലെ പണിയെടുക്കും. വേർത്ത് കുളിച്ച് വേർപ്പ് താഴാതെ ചെന്ന് കുളിക്കും, തല കുളിക്കും എന്ത് ചെയ്യും? തല നീണ്ട് ഇറങ്ങും അല്ലേ? ഇതാണ് പത്ര പറയാൻ കേൾക്കൂല. തല കുളിച്ചില്ല ഉറക്കം വരില്ല ബാലു. അപ്പൊ പിന്നെ അനുഭവിച്ചോ? അല്ല എന്തോന്ന് ഞാൻ അനുഭവിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. കൈ വൈകുന്ന അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. വേദന എങ്ങനെ സഹിക്കാം? ഇങ്ങനെ ഈ അലപ്പുണ്ടല്ലോ, സഹിക്കാൻ പറ്റാത്ത കാര്യമാണത്. അലപ്പ് മറ്റേ പുള്ളിയല്ലടാ, നിനക്കറിയാം? ആരെന്ന്? എടാ നമ്മൾ അണ്ണായി ആര്? കുട്ടമ്പിള്ള. അലപ്പം അല്പം പാലും ആരുടെ അല്പായി? അച്ഛ അൽപ്പൻ എന്നല്ല പറഞ്ഞത്, അലപ്പൻ. അലപ്പൻ എന്നാ കൈ പറയാം. ഈ കൈ വയ്യാതെ ഇതും കൂടെ ഞാൻ ഒടിച്ചില്ല. എന്തോന്ന് ഇത്രയും കാലം ചെയ്ത സേവനത്തിന് എനിക്ക് തരേണ്ട പ്രതിഫലം തരാന്ന് പറഞ്ഞത്. മാറിക്കങ്ങോട്ട് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും. ചില സമയത്ത് നമ്മുടെ ഫാമിലിന്റെ സ്റ്റാൻഡേർഡ് ലെവൽ ഭയങ്കരമായിട്ട് താന്നുകൊണ്ട് നമ്മുടെ ഫാമിലിന്റെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് ലെവൽ കീപ്പ് ചെയ്യാൻ ഒരാൾക്കെങ്കിലും അറിയണ്ടേ? എപ്പോഴും ഇങ്ങനെ അലമ്പും കാര്യങ്ങളും. ഭയങ്കര സ്റ്റാൻഡേർഡ് ലെവൽ തന്നെ കേട്ടോ നമ്മുടെ ഫാമിലി. നമ്മളെ കുടുംബത്തിലുള്ള അല്ലേടേ ഞാൻ പോണു. സ്റ്റാൻഡേർഡ് പോയി ഒട്ടും പോയി. എടാ ഒരു എന്തെങ്കിലും എടുത്ത് വല്ല ഷാൾ എന്തെങ്കിലും എടുത്തിട്ട് കൈ ഇങ്ങനെ ഇങ്ങനെ തൂക്കിട്ട് തൂക്കിടല്ലേ നിവർത്താൻ പറ്റില്ല. ഞാൻ പണിയെടുക്കുക. എന്താ ചെയ്യണ്ട ഇപ്പൊ? പോ അങ്ങോട്ട്. ചായ വെച്ചാ മതിയോ? ആ ഇങ്ങോട്ട് ഈ സ്റ്റൗവിലേക്ക്. ഇത് വേദന ഒന്നും മാറാൻ പോണില്ല. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചോളാണ്. അമ്മ കരയണ അമ്മ? അച്ഛാ അമ്മ കരയണ്, അമ്മ കരയണെന്ന്. അറിയല്ലേ അമ്മ? എന്തിനു കരയണത്? അപ്പൊ നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആരോഗ്യത്തിൽ കാണിക്കാം. വാ, അവർ തന്നായിട്ട് തടവും. ആടി അമ്മ എന്തിനമ്മ കരയണ? അച്ഛാ വല്ലാത്ത കഷ്ടം തന്നെ കേട്ടോ അമ്മയുടെ പുറകെ കിടന്ന് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. ഞാൻ പറയില്ലടേ. ആശുപത്രി പോവാ. വയ്യാണ്ടിരിക്കുമ്പോഴും ഉണ്ടല്ലോ കുറ്റപ്പെടുത്തൽ നിർത്തരുതേ, വഴക്ക് പറഞ്ഞോണ്ടേ ഇരിക്കണം. ഈ സമയത്ത് ഇപ്പൊ ആശുപത്രി പോവണ്ട, കൊറോണയൊക്കെ അല്ലേ, ഇവിടെ കൊച്ചൊക്കെ ഉള്ളതല്ലേ. അത് ശരിയാണ്. ഒരു കാര്യം, വാഴക്കാല ഒരു വൈദ്യശാല ഉണ്ട്, അവിടെ കൊണ്ട് തടവിക്കാം. ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിന്നോളാം. ഇത് വേറെ തന്നെ ചെറുതായിട്ടൊരു ഉളുക്ക് വീഴുന്നത്, അതിങ്ങനെ കൈ കുടഞ്ഞ പോകുന്നു. അല്ല ഇനിയിപ്പോ ചിലപ്പോ മസിൽ വല്ലതും കയറി പിടിച്ചാണെങ്കിലും. അച്ഛാ അതായിരിക്കില്ല, ചിലപ്പോഴേ നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഇല്ലേ, അതിങ്ങനെ ലൂസ് ചിലപ്പോ ഊരിപ്പോ. അതെങ്ങാനാണെങ്കിലോ? അങ്ങനെ മാത്രമല്ല, എല്ലിന് തേയ്മാനം വന്നാലും വേദന വരാൻ ചാൻസ് ഉണ്ട്. പേടാ പറഞ്ഞ് പേടിപ്പിക്കടാ, ഒന്നാമത് പേടിച്ച് ഉറച്ചിരിക്കുക. നിസ്സാര കാര്യമുള്ളൂ, ഉളുക്ക് വീഴടാ. ഒന്ന് പറഞ്ഞാൽ പറയുന്ന ആൾക്കാരുടെ കൊടയാൻ പറയാട്ടോ, വേദന അനുഭവിക്കണോ ഞാനാ. കുടഞ്ഞു നോക്ക്, ചെറുതായിട്ടമ്മ വേദനയുടെ എനിക്ക് പറ്റൂല. ഒറ്റ കുടച്ചില് പോകും. മെല്ലെ 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 പോണെങ്കി അങ്ങ് പോട്ട്, വേദന പോണെങ്കി പോട്ടടേ. എന്തോന്ന് സ്ലോ മോഷനില് കൊടയാണോ? എന്റെ നീലും കൂട തള്ളു, കുടഞ്ഞങ്ങ് തള്ളു, പോണെങ്കി പോട്ട്. വേണ്ട രക്ഷയിലടേ. ഇത് എന്ത് പറഞ്ഞാലും കേൾക്കൂലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തടവാ, വൈദ്യന്റെ അടുത്ത് പോവാ, അല്ലെങ്കിൽ ഞാൻ തടവി തരാം. അല്ലടേ, കൈക്കല്ലേ കുഴപ്പം, കാലിനെന്ത്? അല്ല അങ്ങനെ വിട്ടാ പറ്റൂലല്ലേ. ഒറ്റ കുടച്ചില്ല. എന്തോ